എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കശ്യപൻ്റെ കഥയാണ്. ബ്രഹ്മപുത്രനായ മരീചിക്ക് കല എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനായിരുന്നു കശ്യപൻ. കശ്യപൻ്റെ വിവിധ ഭാര്യമാരിലുണ്ടായ സന്താനങ്ങളിൽ നിന്നാണ് ലോകത്തിൽ ഇന്ന് കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത്. 13 ദക്ഷപുത്രിമാരടക്കം കശ്യപന് 21 ഭാര്യമാർ ഉണ്ടായിരുന്നു. കശ്യപൻ്റെ ആദ്യ ഭാര്യയായ അദിതിയിൽ നിന്ന് ദേവന്മാരും രണ്ടാമത്തെ ഭാര്യയായ ദിതിയിൽ നിന്ന് ദൈത്യരും ഉണ്ടായി. ധനുവിൽ നിന്ന് ദാനവരും ജന്മം കൊണ്ടു. വിനിത ഗരുഡനും കദ്രു നാഗങ്ങൾക്കും ജന്മം നൽകി. കദ്രുവിൻ്റെ ആജ്ഞ ധിക്കരിച്ച നാഗങ്ങളെ അവർ ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വെന്തുമരിക്കുമെന്ന് കദ്രു ശാപം നൽകി. ശാപമേറ്റതോടുകൂടി നാഗങ്ങളുടെ വിഷം ഉഗ്രമായി. തുടർന്ന് അവ മറ്റു ജീവജാലങ്ങളെ കടിച്ചാലും ഉപദ്രവമുണ്ടാകാതിരിക്കാനായി ബ്രഹ്മാവ് കശ്യപന് വിഷസംഹാരവിദ്യ ഉപദേശിച്ചു കൊടുത്തു. പരശുരാമൻ്റെ മുഴുവൻ ഭൂമിയും ദാനമായി വാങ്ങിയ കശ്യപൻ അതെല്ലാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകി. ചാക്ഷുഷ മന്വന്തരത്തിൽ സുതപസ് എന്ന മുനി പൃശ്നി എന്ന ഭാര്യയോടുകൂടി വിഷ്ണുവിനെ തപസ് ചെയ്ത് വിഷ്ണു തങ്ങളുടെ മകനായി ജനിക്കണമെന്ന് വരം വാങ്ങി. വരഫലമായി അടുത്ത മന്വന്തരത്തിൽ കശ്യപനും അദിതിയുമായി പുനർജനിച്ച അവർക്ക് വിഷ്ണു വാമന രൂപത്തിൽ മകനായി ജനിച്ചു. ഒന്നാമത്തെ മന്വന്തരത്തിലെ സപ്തർഷിമാരിൽ ഒരാളായ പിതാവ് മരീചിയെപ്പോലെ ഏഴാമത്തെ മന്വന്തരത്തിൽ കശ്യപനും സപ്തർഷിമാരിൽ ഒരാളായി വിരാജിക്കുന്നു. മരീചിപുത്രനും സർവലോക പിതാവുമായ കശ്യപൻ്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.